ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ടീച്ചർ കുഞ്ഞു മക്കൾക്ക് ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഒരു ബിസ്മി ചൊല്ലിക്കൊടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ചുമ്മാ ഇട്ടതാണ് ആ വീഡിയോ. അപ്പോൾ അത് എടുത്ത് ഒരു ചാണാസംഖി ഒരു വീഡിയോ ഇറക്കി. അപ്പോൾ അതിനുള്ള മറുപടി ആ ടീച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് അത് ഏത് സ്കൂളിലാണെന്ന്. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇതങ്ങോട്ട് കാണുന്നതോടെ നമ്മുടെ ശാഖയിലുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാ പോരെ എത്രത്തോളം അവരുടെ മാനസിക നില തെറ്റിയിട്ടുണ്ടാവുമെന്ന്. ഇതൊരു കണ്ടതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ വൻ രീതിയിൽ സംഘപരിവാറിന്റെ ആളുകൾ ശാഖ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവൊക്കെ വെച്ച് കുറെ വീഡിയോസ് ഒക്കെ പഠിച്ചു വിടുന്നു. വൻ രീതിയിൽ ലേറ്റ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു ഹിന്ദു ടീച്ചറാണേ, ഒരു ഹിന്ദു ആയ ഒരു ടീച്ചർ കുട്ടികൾക്ക് ഇസ്ലാമിക വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക പ്രാർത്ഥനകൾ, അതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഏത് രീതിയിലായിരിക്കും ഈ സംഘപരിവാറിന്റെ യഥാർത്ഥ ഹിന്ദുക്കളല്ല കേട്ടോ, യഥാർത്ഥ ഹിന്ദുക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നല്ലവരായ നമ്മുടെ നാടുകളിലുള്ള നമ്മളോട് ഐക്യത്തോടെ കഴിയുന്ന ഹിന്ദുക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സംഘപരിവാറിന്റെ കാര്യമാണ് പറയുന്നത്. ഇവരെ മാനസിക നില എത്രത്തോളം തെറ്റിയിട്ടുണ്ടാവും. ഈ വീഡിയോ ഒക്കെ കണ്ടതോട് കൂടി ഒരു സംഘപരിവാർ ഐഡിക്ക് സഹിച്ചില്ല. മുന്നും പിന്നും നോക്കാതെ ഒരു വീഡിയോ അങ്ങ് എടുത്തിടുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ചോദിച്ചിട്ട് ആദ്യം വീഡിയോ കാണി. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപറയുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. എന്താലേ, എന്ത് ശരിയാലേ. പക്ഷെ ഇതിനെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട സൂര്യുസ്താദ് നല്ല കൃത്യമായിട്ട് ഒരു മറുപടി അങ്ങ് കൊടുക്കുന്നു. ആ മറുപടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ മറുപടി ചിലപ്പോ ഫുള്ള് കേട്ടിരിക്കാനുള്ള ത്രാണി പോലും ആ സംഘപരിവാർ ഐഡിക്ക് ഉണ്ടായിരിക്കൂല. ഈ വീഡിയോ വന്നതോടെ ആ സംഘപരിവാർ ഐഡി ആ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കി എന്തൊക്കെ മാപ്പും പറഞ്ഞ് വേറൊരു വീഡിയോ കൂടി ഇട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അണ്ണാക്കിൽ അടിച്ചിട്ടാണ് ആ മറുപടി കൊടുത്തത്. അൻസാരി സൂര്യുസ്താദിന്റെ ആ വീഡിയോ ശാഖയിലുള്ള ഒരാൾക്കും ഫുള്ള് കണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അത്രക്കും കൃത്യമായിട്ടുള്ള പോയിന്റാണ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ കുത്തിത്തിരിപ്പോട്ടെ ഞാൻ വാണതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പറ. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിനെയും അവഹേളിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ടീച്ചർ അവരോട് മുസ്ലിം ആരാധന പ്രകാരമുള്ള ഖുർആൻ വാക്കുകൾ ഉദ്ധരിക്കാൻ പറയുന്നു. കുട്ടികൾ അത് ഏറ്റുപറയുന്നു. നല്ലത്, നന്നായി വരട്ടെ. ഇത് കേരളത്തിന്റെ മതേതര പ്രവർത്തനങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധന പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. നിങ്ങൾക്കൊരു ഹിംസ്ര ജീവിയെ കൊണ്ട് ഒരു കവിതാശകലം എഴുതാൻ സാധിച്ചാലും ശരി, ഞാൻ ഭാരതീയനടക്കമുള്ള സംഘപരിവാറുകാരെ കൊണ്ട് അവരെ സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ലോകത്ത് അതിനേക്കാൾ ശ്രമകരമായ ഒരു പണി വേറെയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം ആ ടീച്ചർ തന്നെ പറയട്ടെ. എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയാ എന്നാ ചൊല്ലിയേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ അത് ഇങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ തോന്നിയിട്ട് ഞാൻ വന്നതാണ് കേട്ടാ. എല്ലാവർക്കും കുറേ സംശയങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു കുട്ടികൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഇങ്ങനെ മുസ്ലിം മതം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാനല്ലോ പിന്നെ ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഇസ്ലാമിക് പ്രീ സ്കൂൾ, അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിന്റെ കൾച്ചർ, ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവനാമത്തിൽ ബിസ്മി ചൊല്ലി കഴിയുക, ഭക്ഷണാനന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുക എന്ന് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപിക പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിക് പ്രീ സ്കൂളിലാണ് ഒരു ടീച്ചർ, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടതാണ്. അവർക്കൊരു ഭാഷയോടുള്ള താല്പര്യവും ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭാഷ സ്വായത്തമാക്കുന്നു. അവരാഗ്രഹിച്ചതുപോലെ തന്നെ അത്തരം ഒരു കലാലയത്തിൽ ജോലി കിട്ടുന്നു. ആ കലാലയത്തിലെ സിലബസ് അനുസരിച്ച് തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാമിക് കൾച്ചർ പഠിപ്പിക്കുന്നു. ഈ ഭാഗം മാത്രം ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്നപ്പം ഇവന്മാർ വിചാരിച്ച് ഏതോ പൊതുവിദ്യാലയത്തിൽ മുസ്ലിം കുട്ടികളല്ലാത്തവർക്കും എല്ലാവർക്കും മിക്സ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് മറ്റു കുട്ടികൾക്ക് കൂടി ഇത് അറബി ഭാഷ പഠിപ്പിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്നു, അവരൊക്കെ ഇസ്ലാമാക്കാൻ പോകുന്നു. ഉറഞ്ഞു തുള്ളലോട് തുള്ളല്.
ഈ ശാഖ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ എങ്ങനെയാണ്? അതിനകത്ത് സത്യവും ധർമ്മവും അങ്ങനൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാം 90 ഡിഗ്രി. ഇപ്പൊ ഇതിനകത്ത് സംസാരിച്ചാൽ ഞാൻ വാണതിയെ തന്നെ നോക്കിയാൽ മതി. എപ്പോഴും 90 ഡിഗ്രി. ഞാൻ ഇവന്റെയൊക്കെ അവസ്ഥ ആലോചിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഇവരൊക്കെ മനസമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കണ്ടിട്ട് നമുക്കത് മരിച്ചാൽ മതിയായിരുന്നു. വലിയ ആഗ്രഹമാണ്. ഒരു ഭിത്തിയിലോട്ട് ചേർന്ന് 90 ഡിഗ്രി ചരിച്ച് നിന്നിട്ട് ഈ നാട്ടിലുള്ള ഇവന്മാരല്ലാത്ത മുഴുവൻ മനുഷ്യന്മാരെ പാകിസ്ഥാനിലേക്ക് കയറ്റിയാക്കാൻ മര പരിപാടി. രാവിലെ ഇറങ്ങും ടോക്സിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇതിനകത്ത് രസം എന്ന് പറഞ്ഞാലേ ഇവൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. വരട്ടെ. നാളെ ആ കുട്ടികളെ കൊണ്ട് ഹിന്ദു ആരാധനാ പ്രകാരമുള്ള ഒരു ഭോജന മന്ത്രം ചൊല്ലിച്ചാൽ ഈ നാട്ടിൽ എന്തൊക്കെ വിപ്ലവമായിരിക്കും നടക്കാൻ പോകുന്നത്. ചൊല്ലിച്ച ടീച്ചറിന്റെ പണി പോകും. ഒരു ഭോജന മന്ത്രം പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ നാടാകെ കത്തും, മൊത്തം പ്രശ്നമാവും, രാജ്യത്തിന് ഇത് പിടിക്കും, സംസ്ഥാനമാകെ അട്ടിമറിയും. അല്ലേ? എന്റെ പൊന്നു പറഞ്ഞു, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നീ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഒരേ ഒരു വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം ഇഖ്റാൻ നീ വായിക്കുക. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത്, ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞത് അതിന് ആ റേഞ്ചിൽ തന്നെ കാണുള്ളൂ. നീ നോക്കൂ, രാമായണത്തിന്റെ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം കിട്ടിയ ആർക്കാണ്? ഈ വാർത്ത കാണാമോനെ. രാമായണ പ്രശ്നോത്തരി മത്സരത്തിൽ ആദ്യ 5 സ്ഥാനക്കാരിൽ ഇസ്ലാം മത പഠന വിദ്യാർത്ഥികളും അവസാന വർഷ വാഫി ബിരുദ വിദ്യാർത്ഥികളായ മുഹമ്മദ് ജാബിറും മുഹമ്മദ് ബാസിത്തും DC ബുക്ക് സംഘടിപ്പിച്ച രാമായണ പ്രശ്നോത്തരി മത്സരത്തിലാണ് വിജയികളായത്. വാർത്ത കണ്ട? ഇസ്ലാമിക മതപഠന വിദ്യാർത്ഥികൾ രാമായണത്തിൽ പ്രശ്നോത്തരിയിൽ 1ാം സമ്മാനം വാങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇതൊരു ഭാഷയാടാ മോനെ, ഇതൊരു ഭാഷയാ. ഇത് പഠിച്ചാൽ ജോലി കിട്ടും ഇന്ത്യ മഹാരാജ്യത്ത്, അല്ലാതെ മറ്റൊന്നും പുഴുകി തിന്നാനൊന്നുമില്ല. പിന്നെ ഇനി രണ്ടാമത്തത്, മറ്റൊരു ഇസ്ലാമിക കലാലയത്തിൽ സംസ്കൃത അധ്യാപകൻ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിച്ചു. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇനി വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി വാ? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കായാണീന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ. നീ കണ്ട, നീ കേട്ട? ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞൊരു പുതിയ അറിവാണ്. അറിവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഞങ്ങൾക്കൊരു സംസ്കൃതം പഠിക്കുക. എടാ, 22 ഈ അറബി ഭാഷ എന്തുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ മറ്റ് സമൂഹങ്ങളോട് പഠിക്കുന്നത്? എടാ, ലോകത്തിലെ 22 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷ അറബി. നമ്മുടെ ഈ സംസ്കൃതം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പോലും ഔദ്യോഗിക ഭാഷയല്ല. ഇത് സംസാരിക്കുന്നവർ കൂടെ വളരെ തുലം കുറവാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസ്കൃതം, എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മക്കൾ പോലും അവർ എടുത്തിരിക്കുന്നത് സംസ്കൃതമാണ് അവർ സബ്ജക്റ്റ്. ഇതൊക്കെ ഒരു ഭാഷ പഠിക്കലില്ല. ഇതിനപ്പുറത്തേക്ക് എന്താണ്? നീ ഒരു ഭോജന മന്ത്രം കൊണ്ട് ചൊല്ലിക്കൊടുത്താൽ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിക്കാൻ പോകും? വെറുതെ നാട് നാശമാക്കാൻ വേണ്ടി വൃത്തികേട് പറയുന്നത്. അയ്യേ, നിനക്ക് ചെറുപ്പക്കാരനല്ലേ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ഇത് നാണം തോന്നില്ല? എല്ലാ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കല്ലേ? ഭോജന മന്ത്രം ചൊല്ലിക്കൊടുത്താൽ ഇതൊക്കെ നന്മയാടാ, ഇതൊക്കെ നല്ലത് പഠി. പിന്നെ നിന്റെ ടെൻഷൻ എനിക്കറിയാം, അത് മനസ്സിലായി. ഈ അറബി പഠിക്കുക, അതുവഴി ഖുർആൻ പഠിക്കുക, അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ കൂടുതൽ ആഴത്തിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെന്നുള്ള. എടാ, നീയൊക്കെ കൊണ്ട് നടക്കുന്നു, നീയൊക്കെ പറയുന്ന ലോകത്ത് മനുഷ്യരെ സ്വാധീനിക്കാത്തത്. ആദ്യം നീയൊക്കെ ഒന്ന് ക്ലിയർ ആകും. നീയൊക്കെ ഒന്ന് മര്യാദക്ക് മനുഷ്യരോട് സ്നേഹത്തെ ഒന്ന് സംവദിക്കും. അപ്പൊ ജനങ്ങൾക്ക് ഈ പറയുന്ന ആശയം. ഈ വീഡിയോ കണ്ടതോടെ എന്താ സംഭവിച്ചേ? ആ സംഘപരിവാർ അനുകൂലി വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടി. കാരണം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിന് വലിയ മറുപടി കിട്ടാനില്ല. അയാൾക്ക് കിട്ടാനില്ല. അൻസാരി ഉസ്താദിന്റെ ഈ വീഡിയോ എങ്ങനെയാണ് ഫുള്ള് സംഘികൾ കണ്ടിരിക്കുക എന്ന് പോലും മനസ്സിലാവില്ല. ആ രീതിയിലുള്ള മറുപടിയാണിത്. ഞാൻ മുന്നൊരു തവണ അൻസാരി ഉസ്താദിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉസ്താദുമാരിൽ ഒരാളാണ് ഈ അൻസാരി ഉസ്താദ്.